അഭിമാനമായിട്ട് രാജ്യത്തിന് അഭിമാനമായിട്ട് സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ തീരത്തേക്ക് അടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ക്യാമറയിലേക്ക് അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറമാൻ വിവേകാണ് ആദ്യമായിട്ട് കപ്പലിനെ കാണുന്നത്. വിവേക് കണ്ടതിന് ശേഷമാണ് മറ്റ് ക്യാമറമാരൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയത്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലാണ് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. 2000 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഏറ്റവും വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കപ്പൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിന്റെ സ്വപ്നമാണ് പൂവണിയുന്നത്. വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് നങ്കൂരമിടാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കപ്പൽ ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെ പ്രദേശവാസികൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ അഴിമല ക്ഷേത്രത്തിൽ നിന്നും കപ്പലിന് ആരതി ഒഴുകുന്ന ചടങ്ങൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. 6 മണിയോട് കൂടി കപ്പൽ ഇവിടെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ നമ്മുടെ വിസിബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘടകം കൊണ്ട് തന്നെ 7:40 പിന്നീട് 7:40 മാറ്റുകയായിരുന്നു. കപ്പലിന്റെ സ്പീഡ് എത്തുന്ന സമയത്ത് കന്യാകുമാരി എത്തുന്ന സമയത്ത് തന്നെ കപ്പലിന്റെ സ്പീഡ് നോട്ടിക്കൽ മൈൽ താഴെ കുറച്ചിരുന്നു. അതിനുശേഷമാണ് കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ ചെറിയ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലാണ് വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 വർഷത്തെ കാത്തിരിപ്പാണ്, ഒരുപക്ഷെ 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് വിഴിഞ്ഞത്ത് പൂവണിയാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖം ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് വന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു പരിചയം വെച്ചുകൊണ്ട് തന്നെ 170 ദിവസമാണ് വിഴിഞ്ഞത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണത്തിന് ഒരു പ്രതിസന്ധി ആയിക്കൊണ്ട് തന്നെ വലിയ രീതിയിലൊരു സമരം പൊട്ടിപ്പുറപ്പെട്ട് വരികയും ആ സമരത്തിൽ നിന്നൊക്കെ ഊർജം കൈക്കൊണ്ട് ഒരുപക്ഷെ രാജ്യ പുരോഗതിക്കായി വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 മദർഷിപ്പുകൾക്ക് ഒരേ സമയം നങ്കൂരമിടാൻ കഴിയുന്ന രീതിയിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞു. 400 മീറ്റർ ബെർത്താണ് നിലവിൽ ഇപ്പോൾ വരുന്ന കപ്പലിന്റെ നീളം എന്ന് പറയുന്നത്. 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമാണുള്ളത്. അപ്പോൾ ഒരു മദർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും വിഴിഞ്ഞം തുറമുഖത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം സ്വാഭാവികമായിട്ടും പ്രകൃതിയായി തന്നെ കരഞ്ഞു കിട്ടിയ ഒരു തുറമുഖമാണ്. നേരത്തെ പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കൊളോണിയൽ സിസ്റ്റത്തിന് പോലും ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ പ്രകൃതിയായി തന്നെ ഇവിടെ ഒളിപ്പിച്ചിട്ടിരുന്നതായിരുന്നു നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ. അതിന്റെ അനന്ത സാധ്യതകളാണ് ഒരുപക്ഷെ ഭാരതത്തിന് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ വ്യാവസായികപരമായിട്ട് മാരിടൈം മേഖലയിൽ വ്യാവസായികപരമായിട്ട് മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നത്. ചൈനയിൽ നിന്നും 14 ദിവസങ്ങൾക്ക് മുമ്പാണ് കപ്പലിന്റെ പ്രയാണം ആരംഭിച്ചത്. 2 തുറമുഖങ്ങൾ താണ്ടി, അതായത് കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾ താണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഈ ചൈന മുതൽ യൂറോപ്പ് വരെയുള്ള കപ്പൽ ചാനലിൽ പ്രധാനമായിട്ടും ഇപ്പോൾ 3 തുറമുഖമാണുള്ളത്. ഒന്ന് കൊളംബോ, സിംഗപ്പൂർ, പിന്നീടുള്ളത് സ്വാഭാവികമായിട്ടും 20 അടി താഴ്ചയുള്ള വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്താണ് ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യത മുന്നിൽ കാണുന്നത്. ഒരുപക്ഷെ ആഫ്രിക്ക, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഫ്രിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ചെറിയ കപ്പലുകളിൽ ചരക്കുകൾ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ഭാരതം വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് കൊടുത്ത് ഔദ്യോഗികമായിട്ട് കപ്പൽ ചാലിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കപ്പൽ ചാലിനുള്ളിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ആഴിമല ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അതായത് ബെർത്തിന് സമീപമായിട്ടുള്ള പാറക്കെട്ടുകൾക്കിടയിലാണ് നിൽക്കുന്നത്. കാരണം നമുക്കത് വളരെ മനോഹരമായിട്ട് തന്നെ അത്രയും അടുത്ത് ആ വാട്ടർ സല്യൂട്ടിന്റെ ദൃശ്യങ്ങൾ ലഭിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താനായിട്ട് ഉള്ളൊരു നീക്കം. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ നിമിഷം
കപ്പലിന് വാട്ടർ സല്യൂട്ട് കൊടുത്ത് കപ്പലിനെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കപ്പൽ ബർത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഡഗ്ഗുകളുടെ അകമ്പടിയോടുകൂടി കപ്പൽ ബർത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ ഒരുപക്ഷെ സാക്ഷ്യമാകുന്നത്. എനിക്ക് ജനൻ ടിവിയോട് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എനിക്കാണ്. കാരണം എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആഴിമല തീരത്ത് ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വെടിക്കെട്ടുകളും കരിമരുന്ന് പ്രയോഗമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന നിമിഷം വന്നിരിക്കുന്നു. 2000 കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ തീരത്തെത്തിയിരിക്കുന്നു. തീരത്ത് നങ്കൂരമിടാനിനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഷെങ്ഹുവായ്ക്കും ഇവിടെ വെച്ച് തന്നെയാണ് വാട്ടർ സല്യൂട്ട് നൽകിയത്. നേരത്തെ കമൻറ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാം ആഘോഷമാക്കേണ്ട കാര്യമുണ്ടോ എന്ന്. നമ്മളെല്ലാം ആഘോഷമാക്കണം, എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാം അടയാളപ്പെടുത്തി തന്നെ പോകേണ്ടതാണ്. ഒരുപക്ഷെ ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമൊന്നും അല്ലെങ്കിൽ പോലും ആദ്യമായിട്ട് ഒരു മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ അത്രയും ആവേശത്തോടു കൂടി തന്നെ നമ്മളത് കാണേണ്ടതായിട്ടുണ്ട്. ഡഗ്ഗുകളുടെ അകമ്പടിയോടുകൂടി പൈലറ്റ് വെസൽ സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകുകയാണ്. ഇതിനുശേഷമാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനകത്താണ്. ബെർത്തിന് സമീപമായിട്ട് തന്നെ കപ്പലിനെ വളരെ ഭംഗിയായി തന്നെ അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തോടു കൂടി തന്നെ വളരെ ഭംഗിയായി കാണാം. 2000 കണ്ടെയ്നറുകളുമായിട്ടുള്ള മദർഷിപ്പ് വിഴിഞ്ഞത്തിന് അഭിമാനമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് 3 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഒരുപക്ഷെ വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് എത്തുന്നത്. ഇനിയും ഒരുപാട് മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് എത്തട്ടെ. സാൻ ഫെർണാണ്ടോ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കട്ടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് ഇതിൻ്റെ ട്രയൽ റൺ ആരംഭിക്കുക. ട്രയൽ റണ്ണിന് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ കേന്ദ്ര പോർട്ട് മന്ത്രിയും അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യവും ഷെങ്ഹുവായ്ക്കും ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. വിഴിഞ്ഞത്ത് നടക്കുന്ന ഓരോ നാഴികക്കല്ലും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതെല്ലാം ഓരോ നാഴികക്കല്ലും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം നേരത്തെ പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രം, ഭാരതത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായപ്രദവും അതോടൊപ്പം തന്നെ വാണിജ്യ മേഖലയിൽ, മാരിടൈം വാണിജ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുതിപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ കഴിയുന്ന ഒരു മേഖലയും വിഴിഞ്ഞം തുറമുഖം തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് പറയേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും എനിക്ക് സൂചിപ്പിക്കാൻ പറ്റിയില്ല, ഇവിടെ വരുന്നൊരു ജോലി സാധ്യതയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇവിടെ അസാപ്പിൻ്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് ഒരു സ്റ്റഡി സെൻ്റർ ഉണ്ട്, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിലുള്ള ഏത് മദർ പോർട്ടിലും അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കൂടി ജോലി ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ വിശാലമായൊരു ജോലി മേഖല, അല്ലെങ്കിൽ ഈ മാരിടൈം മേഖലയിൽ അല്ലെങ്കിൽ തുറമുഖ മേഖലയിലൊക്കെ വലിയ വിശാലമായൊരു ജോലി സാധ്യതയാണ് വിഴിഞ്ഞം തുറമുഖം തുറന്നു കൊടുക്കുന്നത്. വിഴിഞ്ഞത്ത് മാത്രമല്ല ലോകത്തെവിടെയും ജോലി ചെയ്യാവുന്ന രീതിയിലാണ് ട്രെയിനിങ് പൂർത്തിയാക്കി ഉദ്യോഗാർത്ഥികളെ ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ നോൺ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൈപുണ്യ ഇതര ജോലികൾക്കും അതുപോലെ സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ജോലി സാധ്യതകളാണ് ഇവിടെ വിഴിഞ്ഞത്ത് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികപരമായിട്ടൊരു വിപ്ലവം തന്നെ നമുക്ക്, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഒരു വ്യാവസായികപരമായിട്ടൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെർത്തിലേക്ക് കയറി കഴിഞ്ഞു. പുലിമുട്ടിൽ നിന്നും ഇനി മീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപക്ഷെ പുലിമുട്ടിൻ്റെ എൻഡാണ് തുറമുഖത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് വേണമെങ്കിലൊക്കെ പറയാം. അപ്പോൾ പുലിമുട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബെർത്തിൻ്റെ നീളമെന്ന് പറയുന്നത് 400 മീറ്ററാണ്. ഒരുപക്ഷെ അതിന് 800 മീറ്റർ ആക്കാനൊക്കെ ഒരു നീക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും വിപ്ലവകരമായിട്ട്, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ലാഭകരമായി, ഇതിനെക്കാട്ടി ആവേശത്തോടുകൂടി നമുക്ക് വിളിച്ചു പറയാം, 2 മദർഷിപ്പ് ഒരേ സമയം ബെർത്തിലേക്ക് വരുന്ന കാഴ്ചയും കാണാൻ വിദൂരമല്ല, ആ കാലവും വിദൂരമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം, വലിയ രീതിയിലുള്ള സന്തോഷം, ഒരു വലിയ ചരിത്രത്തിൻ്റെ നമുക്ക് എന്താ ഒറ്റകളുടെ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ രസം എന്ന് പറയുന്ന പോലെ ആ കപ്പലിൻ്റെ സൈറൻ കേൾക്കാൻ തന്നെ നമുക്ക് ഒരു ആവേശം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സൈറനുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.